ഇനി രണ്ടാമതായിട്ട് ആരോടാണ് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്? ടു മൈ ഫാമിലി. എന്റെ ഫാമിലിയോട് ഞാൻ അക്കൗണ്ടബിൾ ആണ്. എന്തായിരിക്കും കാരണം? എന്റെ ഫാമിലിയോട് അക്കൗണ്ടബിൾ ആണെന്ന് പറയാൻ കാരണം എന്താ? ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചത്, ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചത് എന്റെ ഫാമിലിയുടെ ഒരു റെപ്യൂട്ടേഷൻ, അതിന്റെ ഒരു ഫെയിം, അതിന്റെ ഒരു ക്രെഡിബിലിറ്റി, അതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത്. കാരണം അല്ലാതെ എനിക്ക് ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. ആദ്യം ഞാനത് പറഞ്ഞ ആൾക്കാർ ആരാണെന്നുള്ളത് നിങ്ങൾ അവരോട് ചിന്തിച്ച് നോക്കുക. ആരോടാണ് പറഞ്ഞത്? സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനോടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിപ്പെട്ട ആൾക്കാരോടൊക്കെയാണ് ആദ്യം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവുക. ഒരുപക്ഷെ നിങ്ങളുടെ ലിസ്റ്റിൽ വന്നേക്കുന്നത് ആളുകൾ അവരായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരാളോട് പറയാൻ തോന്നി കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അപ്പൊ ഫാമിലി ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമ്മളുടെ അടുത്തുള്ള ചില സുഹൃത്തുക്കളാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും ആദ്യം നമ്മൾ അവിടെ ഉപയോഗിച്ചത് എന്റെ ക്രെഡിബിലിറ്റി, എന്റെ ഫാമിലിയുടെ ഒരു റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫെയിം, അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫാമിലിയോട് ഞാൻ അക്കൗണ്ടബിൾ ആണ്. അതിനോട് എനിക്ക് അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഫാമിലിയുടെ ആ ഒരു റെപ്യൂട്ടേഷൻ വെച്ചുകൊണ്ട് ഞാൻ പല ആളുകളോടും പോയി സംസാരിച്ചപ്പോ അവരെന്നോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് കിട്ടാൻ പാകത്തിന് അവർ നമ്മളോട് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നമ്മളോട് സംശയാസ്പദമായിട്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും, നീ എന്തിനാ, എന്നോട് ചില ആൾക്കാരെ, അല്ലെങ്കിൽ പരോക്ഷമായിട്ടൊക്കെ എന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? നിനക്ക് ഇതിന്റെ ആവശ്യം എന്താ? നിന്റെ കുടുംബത്തിൽ അത്ര ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ, നീ ചെയ്തിട്ട് ജീവിക്കാനാണോ നിന്നെ ഇത്രയും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഇത്രയും നല്ല ജോബിലാക്കുകയും ഒക്കെ ചെയ്തത്? ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് പരോക്ഷമായിട്ടെങ്കിലും എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അതും നമുക്കൊരു തിരിച്ചറിവും, നമുക്കൊരു തരത്തിൽ പറഞ്ഞാൽ നോ എന്ന് കേൾക്കുന്നത് പോലും നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് പോകാൻ നമുക്കൊരു പ്രചോദനമായിട്ട് മാറുന്നത് ഒരുപക്ഷെ അവരുടെ ആ തരത്തിലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളാവാം. എന്തുകൊണ്ട് അവരത് ചോദിക്കാനിടയായത്? നമ്മുടെ ഫാമിലിയെ കുറിച്ച് അവർക്ക് അറിയാം, നമ്മുടെ ഫാമിലി റെപ്യൂട്ടേഷൻ അറിയാം, നമ്മുടെ ഫാമിലി ആൾക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയാം. അങ്ങനെ അതിന്റെ ഒരു ഫെയിം അവരുടെ മനസ്സിലുണ്ട്, ആ ഒരു ക്രെഡിബിലിറ്റി അവർക്ക് അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവർ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പോലും നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലിയുടെ ഒരു ക്രെഡിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫെയിമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫാമിലിയോട് കൃത്യമായിട്ട് നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ടു മൈ അപ്ലൈൻ. എന്റെ അപ്ലൈനോട് ഞാൻ അക്കൗണ്ടബിൾ ആണ്. കാരണം എന്താണ്? നമുക്കറിയാം, ഈ ബിസിനസ്സിൽ നമുക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഇത്. ഒരു ടീം വർക്കിന്റെ വിജയമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഒരു ടീം വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടീം ക്യാപ്റ്റൻ ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏത് ഒരു ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു ഒരു ഓപ്പറേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. ഒരു ടീം വർക്കിന് കൃത്യമായിട്ട് ഒരു ക്യാപ്റ്റൻ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ക്യാപ്റ്റൻസി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ലീഡർഷിപ്പ്, നമ്മുടെ അപ്ലൈൻ ലീഡർ എന്ന് പറയുന്നത് നമുക്ക് അത്രയും നല്ലൊരു റിസോഴ്സ് പേഴ്സൺ ആണ്. നമുക്ക് അത്ര നല്ലൊരു റെഗുലർ സപ്പോർട്ട് തരുന്ന ഒരാളാണ്. നമ്മളുടെ വളർച്ച, നമ്മുടെ ഗ്രോത്ത് നമ്മളെക്കാൾ ഉപരി ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ അപ്ലൈനോട് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. കാരണം ആ അപ്ലൈന്റെ പലതരത്തിലായിരിക്കുന്ന കഴിവുകൾ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്, അദ്ദേഹത്തിന്റെ ലോകപരിചയം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഒരു വലിയ സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും നമുക്ക് പോയി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ അപ്ലൈന്റെ ആ ഒരു അമേസിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഓർത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ അപ്ലൈനോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മുടെ അപ്ലൈനോടുള്ള അക്കൗണ്ടബിലിറ്റി വളരെയധികം പ്രസക്തമാണ്. കാരണം അതാണ് ഒരു പരിധി വരെ നമ്മളുടെ സ്പീഡ് ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു സ്പീഡി ഗ്രോത്തിനെ, ഏറ്റവും കൂടുതൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിനെ മേക്ക് ഷുവർ ചെയ്യുന്നത് ആ ഒരു അപ്ലൈന്റെ ഒരു ചിന്തകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങളാണ്, അദ്ദേഹത്തിന് നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന സ്വപ്നങ്ങളാണ്, അദ്ദേഹത്തിന് നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രതീക്ഷകളാണ്. ഇതാണ് പലപ്പോഴും നമുക്ക് ഒരു വലിയ കൈത്താങ്ങായിട്ട് മാറുന്നത്. നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന സമയത്ത്, നമ്മൾ കുറച്ച് നമ്മൾ ഡെസ്പാകുന്ന സമയത്ത്, റിസൾട്ട് വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കംപ്ലീറ്റ്ലി അങ്ങ് ഒരു എംപ്റ്റി ആവുന്ന സമയത്ത് നമുക്ക് വലിയൊരു കൈത്താങ്ങായിട്ട് മാറുന്നത് ആ അപ്ലൈന്റെ ധൈര്യപ്പെടുത്തലുകളും അപ്ലൈന്റെ നമ്മളുടെ കറക്റ്റ് സമയത്തുള്ളതായിരിക്കുന്ന ഒരു സപ്പോർട്ടും ഒക്കെയാണ്. അതുകൊണ്ട് വി ആർ വെരി വെരി അക്കൗണ്ടബിൾ ടു അവർ അപ്ലൈൻസ്. നമ്മുടെ അപ്ലൈൻസിനോട് അത്രയും നമുക്ക് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ഞാൻ ഓരോ പോയിന്റുകൾ പറയുന്ന സമയത്ത് ആരോടൊക്കെയാണ് നമുക്ക് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് സ്വയം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് തയ്യാറാവണം.
നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഇമോജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കൂടെ പ്രദർശിപ്പിക്കാവുന്നതാണ്. അതും പ്രത്യേകം ഓർക്കുക. കാരണം അല്ലെങ്കിൽ വെറുതെ ചില കാര്യങ്ങൾ കേട്ടു പോകുന്ന ഒരു പ്രതീതി വരും. അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് പറയുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈനോട് അക്കൗണ്ടബിൾ ആയിരിക്കും. ഇനി ആരോടാണ് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്? നമ്മൾ ടു മൈ ഡൗൺലൈൻസ് അല്ലെ. അപ്പം ഇവിടെ ഒരുപക്ഷെ പുതിയതായിട്ട് ഈ ബിസിനസ് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പല ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ഒരുപക്ഷെ ഇതൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ബിസിനസ്സിൽ വേണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയത് വരില്ല. എങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ഡൗൺലൈൻസ്, ടു മൈ ഡൗൺലൈൻസ്, എന്റെ ഡൗൺലൈൻസിനോട് അല്ലെങ്കിൽ എന്റെ ടീമിലുള്ളവരോട് ഞാൻ അക്കൗണ്ടബിൾ ആയിരിക്കേണ്ട ആവശ്യകത എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ടീം ഇല്ലാതെ ഫ്രഷ് ആയിട്ട് തുടങ്ങിയ ആൾക്കാരോട് ഇരിപ്പുണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പീപ്പിൾ, ഒരു ആളുകളെ ബിൽഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയ ടീം ഉണ്ടാവും. യു ബിൽഡ് യുവർ പീപ്പിൾ ആൻഡ് ദ പീപ്പിൾ വിൽ ബിൽഡ് യുവർ ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ പണിയാനുണ്ട്, കുറച്ച് ആളുകളെ നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ടുണ്ട്, ചില ആളുകളെ നിങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കാനായിട്ടുണ്ട്. അങ്ങനെ ആളുകളെ രൂപപ്പെടുത്തി എടുക്കുമ്പോഴാണ്, ഫോം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ആക്ച്വലി ഫോം ആവുന്നത്. അപ്പൊ അത് ആരാണ് ബിസിനസ് ഫോം ചെയ്യുന്നത്? അത് നിങ്ങളുടെ ടീമാണ് ഫോം ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ടീം വർക്കാണ്, ഒരു ക്യാപ്റ്റൻസി വേണം. അപ്പൊ നിങ്ങളും ഒരു ക്യാപ്റ്റന്റെ പൊസിഷനിലേക്ക് വരേണ്ട ആളുകളാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു ക്യാപ്റ്റൻ എപ്പോഴും അവരുടെ ടീമിനോട്, അദ്ദേഹത്തിന്റെ ടീമിനോട് അക്കൗണ്ടബിൾ ആയിരിക്കും. കാരണം അവരുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ അവരുടെ